ഈ അവിടെ കുറച്ച് ചെറിയൊരു വിവാദങ്ങളൊക്കെ റീസെന്റ് ഇപ്പോൾ അൻസിബ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അതെന്താണ് ശരിക്കും ആക്ച്വലി നടന്നത്? അതായത് വിവാദമൊന്നുമല്ല അത് ശരിക്കും. ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം അവരുടെ ഇതിലില്ലായിരുന്നു, ഹാർഡ് ഡിസ്കിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് വന്നത്. അപ്പൊ കുറേ പേരിങ്ങനെ ഞാൻ ഡയറക്റ്റ് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. പിന്നെ ഞാൻ ചാനലിലെ ഷോ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഹാർഡ് ഡിസ്കിൽ ഈ സംഭവം ഇല്ല. ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം ഇല്ലാന്ന്. അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി വരുത്താമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് എടുക്കും. എന്ത് ചെയ്യാനാ? ഈ എല്ലാ വിഷയങ്ങളിലായിട്ടും താങ്കളുടെ ഒരു കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ് അൻസിബ. പക്ഷെ അൻസിബിനെ പല ഇരട്ടപ്പേരുകളിലാണ് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സ്നേഹമുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരും ആ കുടുംബത്തിൽ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. അവരെ വീട്ടിലുള്ള ഒരു കുട്ടിയായിട്ടാണ്. എൻ്റെ ഒരു സമ്മാനമാണ് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്നത്. അത് ഞാൻ അതേ കണക്കാക്കുന്നുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ ഇരട്ടപ്പേരും ഇതൊന്നും വിളിക്കുന്നില്ല. അവിടെയുള്ള എല്ലാവർക്കും ഓരോ പേരുകൾ ഓരോരുത്തർ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ തന്നെ അത് തമാശയായിട്ട് അവർ കാണിക്കാറുണ്ട്. അതൊക്കെ ആ ഇതിലൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരുപാട് വന്നപ്പോഴാണ് ഞാൻ അത് നിർത്താൻ വേണ്ടി മാത്രം അതിനൊരു ക്ലാരിറ്റി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ വെറുപ്പോ പ്രശ്നമൊന്നുമില്ല. ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സിനിമ നടിയായിരുന്നു. ഈ ബിഗ് ബോസ് ഒരു നൽകിയൊരു നേട്ടം എന്താണെന്ന് എന്താണ്? ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നടിയാണല്ലോ, ഈ ബിഗ് ബോസ് തന്നൊരു നേട്ടം എന്തായിട്ടാണ്? ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അൻസിബ ഹസൻ എന്നുള്ള വ്യക്തിയായിട്ട് എനിക്ക് കയറാൻ പറ്റി. അതിന്റെ മുന്നേ ഞാൻ അഞ്ജു ജോർജ് മാത്രമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഹാപ്പിയാണോ? ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.